അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മരോട്ടിച്ചാലിന്റെ സ്വന്തം ഹിഡൻ ജെം എന്ന് തന്നെ പറയാൻ പറ്റിയ ഓലക്കയം എലഞ്ഞിപ്പാറ വാട്ടർഫോൾസിലാട്ടോ. ഇതൊരു ഫോറസ്റ്റ് ബൗണ്ടറി ആണ്. ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഒക്കെ കുറച്ച് നന്നായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല ഓൾറെഡി. അപ്പോൾ മരോട്ടിച്ചാൽ വാട്ടർഫോൾസിന്റെ കുറച്ച് വ്യൂസും അതിന്റെ ഭംഗിയൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഇട്ടാ. അപ്പൊ പൊളിഡാഡ് ഒഫീഷ്യൽസിന്റെ പുതിയൊരു വീഡിയോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്ത് 3 മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമം, അതാണ് നമ്മുടെ മരോട്ടിച്ചാൽ. ഒരു മലയോര കാർഷിക ഗ്രാമമാണ് കേട്ടോ ശരിക്കും മരോട്ടിച്ചാൽ. പണ്ടൊന്നും അധികം ആരും അറിയപ്പെടാണ്ട് കിടന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഓലക്കായം എലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. പിന്നെ ആ വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ മരോട്ടിച്ചാൽ അറിയപ്പെട്ടു തുടങ്ങി. പോരാതെ ചെസ് ഗ്രാമം എന്ന പേരിലും പിന്നെ ഈ മരോട്ടിച്ചാൽ ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മരോട്ടിച്ചാൽ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വിശേഷങ്ങളും ഓലക്കായം എലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കഥകളൊക്കെ ആയിട്ട് അന്നത്തെ വ്ളോഗിൽ. അപ്പോൾ നമ്മൾ മെയിൻ മരോട്ടിച്ചാൽ സെന്ററിൽ നിന്ന് അക്കരെ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആ ഒരു ഫുൾ ത്രില്ല് ഓഫ് റോഡ് വൈബൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഇതുവരെ ഈ റോഡുകളും ഈ പാലങ്ങളും ഒന്നും റെഡിയാക്കാത്തത്. വീണ കയറി വരാൻ പറ്റാത്തത്ര വലിയ കുഴികളുള്ള പാലങ്ങളൊക്കെ കവർ ചെയ്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അഡ്വഞ്ചർ ഫീലാണ് നമുക്ക് തരണേ. അങ്ങനെ മെയിൻ മരോട്ടിച്ചാലിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന അടുത്തൊരു സെന്ററാണ് അക്കര മരോട്ടിച്ചാൽ. ഇത് 3 റോഡുകൾ കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ ഈ അക്കര മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തൃശ്ശൂരാണ്. നേരെ കാണുന്ന വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു റോഡ്. നല്ല നാടൻ രുചികളുടെ കാര്യത്തിലും മരോട്ടിച്ചാലും മോശമൊന്നുമില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടൽ ഇതാണ് കേട്ടോ. നീ വേണം ബെഡ്? നീ വീട്ടിൽ പോയിട്ട് വയ്ക്കാം. നല്ല നാടൻ രുചിയിലുള്ള ഹോംലി ഫുഡും ചായയും ലൈവായിട്ട് ഉണ്ടാക്കുന്ന ചൂടും കടികളൊക്കെ ആയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടത്. അങ്ങനെ ചൂടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വെള്ളച്ചാട്ട റൂട്ടിൽ അടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ അക്കരെ മരോട്ടിച്ചാൽ സെൻറ്ററിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം പോയാലാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തുക. കാറിൽ ഒക്കെ വരുന്ന ആൾക്കാർ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നടന്ന് കയറി പോകാൻ വേണ്ടി. ബൈക്കിൽ വരുന്നവർക്ക് ബൈക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ പണ്ടത്തെ കഥയാണ് കേട്ടോ, ഇപ്പോഴത്തെ കഥയല്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ, വെള്ളച്ചാട്ടത്തിലേക്കുള്ള ആക്സസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, വെള്ളച്ചാട്ടത്തിലേക്കുള്ള ആക്സസ് കുറച്ച് കൊല്ലങ്ങളായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ വന്ന് കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർ കള്ള് കുടിച്ച് കുപ്പിയൊക്കെ തല്ലി പൊടിച്ചിടുക. പിന്നെ അതുപോലെ തന്നെ കാട്ടിലേക്ക് ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി ആൾക്കാർ മിസ്സിങ് ആയ കേസുകൾ, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിലേക്കുള്ള എൻട്രി ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശരിക്കും നിരാശരാകേണ്ടി വരും. കാരണം അങ്ങോട്ടേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച് കുളിച്ച് വളർന്ന നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം. അപ്പോൾ അതിൻ്റെ ഭംഗി ഇപ്പോൾ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ആൾക്കാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇനിയിതിപ്പോൾ തുറക്കുന്നുള്ള യാതൊരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെ അതിൻ്റെ ആ ഒരു വൈബ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യണേ. എക്കോ ടൂറിസത്തിന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള അപ്ഡേഷൻസോ അല്ലെങ്കിൽ ഈവൻ ഡിസ്കഷൻസ് പോലും ഇതിനെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഇതുവരെ. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് റിസോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗസ്റ്റുകളൊക്കെ വരുന്ന നല്ല അടിപൊളി റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മരോട്ടിയിലത്തെ ആദ്യത്തെ റിസോർട്ട് ഇടാം. ഇങ്ങോട്ട് കിടന്നു.
വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഫോറസ്റ്റ് ബൗണ്ടറിയിൽ ഇത് വേറൊരു ഗംഭീര റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓലക്കയം വാട്ടർഫോൾസിലേക്ക് കേട്ടോ. ഒരു വലിയ വാട്ടർഫോൾസ് എന്ന് ഈ ഒരു ഏരിയയിൽ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു സ്ട്രീമാണ്. പാറകളുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നു താഴെ ഒരു തടാകം പോലുള്ള ഏരിയയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് കുളിക്കാം. സേഫാണ്, വലിയ അപകടങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ നിന്നൊക്കെ തെന്നി വീഴാണ്ടൊക്കെ നടന്ന് പോയി കഴിഞ്ഞാൽ വലിയ അപകടമൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ്. പക്ഷേ ഇതൊന്നല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോയി, അതും കാട്ടിക്കൂടെ, വഴികളൊന്നുമില്ലാത്ത കാട്ടിക്കൂടെ, ചവിട്ട് വഴികളിൽ കൂടെ, മൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിക്കൂടെ നമ്മൾ ട്രക്ക് ചെയ്ത് പോയിട്ട് ആ കാടിൻ്റെ ഏറ്റവും കുന്നിൽ ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. അതാണ് എലഞ്ഞിപ്പാറ. പ്രധാനമായിട്ട് 2 വാട്ടർഫോളുകളാണ് മരവടിച്ചാലുള്ളത്, ഓലക്കയം ആൻഡ് എലഞ്ഞിപ്പാറ. അത് വെള്ളം എവിടെയാ? വെള്ളം എവിടെയാ? ചൂണ്ടി കാണിച്ചേ. എന്താണ്? ഓയ്, നമ്മുടെ മാത്തനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വാട്ടർഫോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പേടിയൊക്കെ ചെക്കനുണ്ട്. അവൻ വെള്ളത്തിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടില്ല, നൈസായിട്ട് സൈഡിലോട്ട് മാറിക്കേട്ടതാണ്. ബിഗ് കല്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശത്തെ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. പണ്ട് ഇതിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്ന സമയത്ത് ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്നൊരു വഴി ഇതായിരുന്നു. അതായത് റോഡിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് ഒരു ചവിട്ട് വഴി, ഒരു തിണ്ടിൻ്റെ മുകളിൽ ബൈക്കേഴ്സിനൊക്കെ വണ്ടി ഓടിച്ച് അതിൻ്റെ അടുത്ത് വരെത്താൻ പറ്റും. കാറുകാരൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം, നടന്നിട്ട് വേണം ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ. ഏകദേശം ഒരു 600 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഈ ഒരു റൂട്ടിലൂടെ നേരെ നടന്നാണ് നമ്മുടെ മരവടിച്ചാലിൻ്റെ ഹൈലൈറ്റായ എലഞ്ഞിപ്പാറ വാട്ടർഫോൾസിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷനൊക്കെ ഡാർക്കാണ്. അതിക്രമിച്ച് കിടക്കുന്നവർക്ക് 5000 രൂപയും 5 വർഷം തടവ്.
ഈ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്ന കമ്പിവേലിയും കിടന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ കാടിലൂടെ പോയാലാണ് നമ്മുടെ മനോഹരമായ എലഞ്ഞിപ്പാറ വാട്ടർഫോൾസ്. എലഞ്ഞിപ്പാറ വാട്ടർഫോൾസിൻ്റെ ആ ഒരു വിഷ്വൽസും കൂടി ഇല്ലാണ്ട് ഈ വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ക്വാളിറ്റി വീഡിയോസ് എന്തായാലും കയ്യിലില്ല. മുന്നേ നമ്മൾ ചെയ്തൊരു ട്രിപ്പ്, അതായത് 2018 അന്ന് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ ചെയ്തൊരു ട്രിപ്പിൻ്റെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളൊക്കെ വനവിഭവങ്ങൾ കളക്ട് ചെയ്യാനും നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മരുന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ വിറക് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കാട്ടിലേക്ക് ആൾക്കാർ പോകുന്ന പതിവുണ്ട്. അപ്പോൾ മരവെടിച്ചാലുകാർക്ക് പോലും എല്ലാവർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു. ഈ ഒരു സ്പോട്ട് കണ്ടോ, ആയിരിക്കുന്ന കല്ല് ഒരു പ്രതിഷ്ഠയാണ് പോലും. അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ ഫ്രണ്ടിൽ അവർ പ്രാർത്ഥിച്ച് നെയ്തിച്ചിട്ടൊക്കെയാണ് ഈ കാട്ടിലോട്ട് കയറി പോവുക. കാരണം വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ട് ലോക്കാവാണ്ടിരിക്കാൻ വേണ്ടി ഇവരവിടെ പ്രത്യേകം പ്രാർത്ഥനയൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ടാണ് ഈ ഉൾക്കാട്ടിലേക്ക് കയറി പോവുക. അപ്പോൾ അന്ന് നമ്മൾ പോയതും ഇതുപോലെ ഒരു ടീമിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ റിസ്ക് ഇല്ലാണ്ട് പോകാം, കാരണം അവരുടെ പുറകെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ശരിക്കും അന്ന് ആ സമയങ്ങളിലൊക്കെ ടൂറിസ്റ്റുകളൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പോൾ വഴികളൊക്കെ അടഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ കാടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ചെല്ലും തോറും നമ്മൾ ഒന്നാമതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പേടി. അതായത് കാടിൻ്റെ വന്യത കണ്ടിട്ടുള്ള പേടി. ഇതേ കിടക്കുന്നത് നല്ല ഫ്രഷ് ആനപ്പിണ്ടം. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ആന ഉണ്ടായിരുന്നു എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വൈബിൽ കൂടെ ഹൊറർ മൂഡിൽ കൂടെയാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ചവിട്ട് വഴി കൂടെ നമ്മളിങ്ങനെ നടന്നു പോകണം. പിന്നെ നമ്മൾ ഇവരുടെ കുറച്ച് വേഗമായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില സ്പോട്ടുകൾ ചെല്ലുമ്പോൾ കാണാനുള്ള ഭംഗി, അതായത് കാടിൻ്റെ വന്യതയും അതുപോലെ തന്നെ വശ്യതയും എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതൊക്കെ റിയലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ട്രക്കിംഗ്. അതാണ് ശരിക്കും മരവെട്ടിച്ചാൽ എലഞ്ഞിപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള ഒരു യാത്ര. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ കുന്നാണ്, മലകയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 7 കിലോമീറ്ററിൽ ഇപ്പോൾ ഒരു ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു 10-15 കിലോമീറ്റർ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ നമ്മളെ ലീഡ് ചെയ്യണ ഒരു പുള്ളിക്കാരൻ പോകുന്നുണ്ടോ, നമ്മുടെ മൂപ്പൻ്റെ മോനാണ്. അപ്പോൾ പുള്ളീൻ്റെ പുറകെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആനയുണ്ടോ അതോ ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ ഈ കേസൊക്കെ പുള്ളി സ്പോട്ട് ചെയ്യും. എന്നിട്ട് നമ്മളോട് നിൽക്കാൻ പറയും. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് ദൂരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെയുള്ള അഡ്വഞ്ചർ പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോണ വഴിയിൽ ഇതുപോലെയുള്ള വെള്ളച്ചാലുകൾ ചാടി കിടന്നിട്ടൊക്കെ വേണം, ക്രോസ് ചെയ്ത് കിടന്നിട്ട് വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടി. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും ഇതൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ വെള്ളം കുറവുള്ളൊരു ടൈമാണ്, അന്ന് വെള്ളം കുറവുള്ള ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടി കിടന്ന് പോകാൻ പറ്റുമായിരുന്നു. നമ്മൾ അധികം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, മണങ്ങൾ, പിന്നെ പലതരം സൗണ്ടുകൾ. ചില സൗണ്ടുകൾ നമുക്ക് പേടിപ്പെടുത്തും, ചില സൗണ്ടുകൾ നല്ല രസമായിരിക്കും. അങ്ങനെ ഒരു കിടു വൈബ് തന്നെയായിരിക്കും താഴേന്ന് ആ മുകളിലെ വെള്ളച്ചാട്ടം വരെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില സ്ഥലങ്ങളിലൊക്കെ ഉണങ്ങിയ പരമൊക്കെ റോട്ടിൽ വട്ടൊടിഞ്ഞ് വീണ് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ജമ്പ് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ മൃഗങ്ങളുടെ സൗണ്ടോ അതെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് പേടിച്ച് മാറിക്കേണ്ടി വരും. ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്നും മുലയൊക്കെ ചവിട്ടി കയറി കിതച്ച് പട്ടിയായിട്ടായിരിക്കും നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഏരിയയിലേക്ക് എത്തണം. അത് കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ, അതായത് 2 മലകളുടെ നടുവിലേക്ക് കുത്തി വീഴുന്ന ആ വെള്ളം, ആ ഒരു വൈബ്, അതിൻ്റെ ആ ഒരു കാഴ്ച, ഏറ്റവും ടോപ്പിൽ കയറി നമുക്ക് ഈ കാഴ്ച, ഈ വ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി ആ വെള്ളത്തിൽ, ആ മുകളിൽ നിന്ന് വീണ വെള്ളം, അതിൻ്റെ താഴെ നിന്നിട്ടുള്ള കുളി, ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒട്ടുമിക്ക വലിയ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും മരവെടിച്ചാലിനെ വ്യത്യസ്തമാക്കുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കുളിക്കാം. കല്ല് പറക്കി എറിയുമ്പോൾ ആയിരിക്കും തലയിൽ വെള്ളം വന്ന് വീഴാം. ഈ കുന്നും മലയൊക്കെ ചവിട്ടി കയറി കതച്ച് വന്ന് ആ ഒരു കുളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ്. സംഭവം മരവെടിച്ചാലിൻ്റെ കാടിനെ അടുത്തറിയുന്ന ഇഷ്ടംപോലെ ആളുകൾ മരവെടിച്ചാലുണ്ട്. അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച ഫോറസ്റ്റ് വാച്ചേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഗൈഡഡ് ട്രക്കിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഗൈഡഡ് ടൂറ്, അതുപോലെ തന്നെ സ്റ്റേക്കേഷൻ, ഈ രീതിയിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് മരവെടിച്ചാലിൻ്റെ ടൂറിസമൊക്കെ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവട്ടെ, വെള്ളച്ചാട്ടം കാണാൻ ബാക്കി എല്ലാവർക്കും ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.